ഈ ഇലക്ഷൻ പ്രക്രിയയിലും രാഷ്ട്രീയത്തിലുമൊക്കെ അതിൻ്റെ എക്സ്പീരിയൻസും അതിൻ്റെ സ്ട്രാറ്റജിയും ആ സ്ട്രാറ്റജിയുടെ പ്രസൻറ്റേഷനും അതിൻ്റെ മുഖഭാവവും അത് അവതരിപ്പിക്കുന്ന രീതിയുമൊക്കെ ഏറ്റവും പ്രാധാന്യമുള്ളതാണ്, പ്രസക്തമാണ്. ചിലർക്കൊക്കെ നമ്മൾ ചിലതങ്ങ് വകവെച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ പറയാനുള്ള അവകാശം പുള്ളിക്കുണ്ട്, ഇങ്ങനെ പറയാനുള്ള അവകാശം ഇങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ടെന്നൊക്കെ പറയുമ്പോഴും ഒരു പത്രസമ്മേളനം അല്ലെങ്കിൽ ഒരു മീഡിയയെ കണ്ടാൽ ആ വേണ്ടത് മാത്രം ഉചിതമായ രീതിയിൽ അതിൻ്റെ പാകത്തിന് പറയാൻ കഴിയുന്ന, കൃത്യമായ രാഷ്ട്രീയം പറയാൻ കഴിയുന്ന ഒരാളാണ് PK കുഞ്ഞാലിക്കുട്ടി എന്ന മുസ്ലിം ലീഗിൻ്റെ നിയമസഭാ കക്ഷി നേതാവും ദേശീയ ജനറൽ സെക്രട്ടറിയുമൊക്കെ ആയ ആൾ, ഇപ്പോൾ മലപ്പുറത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി. ഈ ഒരു വിഷയത്തിൻ്റെ നാച്ചുറാലിറ്റിയിൽ അതിന് അപ്പുറവും ഇപ്പുറവും ഇല്ലാത്തവണ്ണം അത് പറയാൻ എത്ര ഗൗരവമായ വിഷയത്തെയും ആ പ്രായോഗികതയോടെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് അത് ആർജിച്ചെടുക്കുന്ന ഒരു കഴിവ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ് ക്ലബ് മീറ്റ് ഞാനിപ്പോൾ കേൾക്കുകയുണ്ടായി. നിങ്ങൾ ആ സംഗതി ഒന്ന് കേട്ടു നോക്കൂ, എന്നിട്ട് ബാക്കി ഞാൻ കേട്ടതിന് ശേഷം പറയാം. ഒരൊറ്റ വീട് പാർക്കാൻ തക്ക വിധം ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടോ? അവിടെ പോയി നോക്കണമെങ്കിൽ ഞങ്ങൾ കൊടുത്ത് നാളെ വേണമെങ്കിൽ അവർക്ക് പാർക്കാം, താമസിക്കാം. പക്ഷെ ഒരൊറ്റ വീട് രണ്ടെണ്ണം പോട്ടെ, അവരാണ് കോൺഗ്രസ് കുറ്റം. ഈ ഗവൺമെന്റിന് ഈ പണമൊക്കെ കിട്ടി, സംവിധാനമൊക്കെ കയ്യിലുണ്ടായിട്ട് ഈ ഇലക്ഷന്റെ സമയത്തായിട്ട് പോലും വയനാട് പുനരധിവാസം പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു ഗവൺമെന്റ്, വോളണ്ടറി ഏജൻസീസും പിന്നെ മറ്റു പ്രതിപക്ഷത്തിരിക്കുന്നവരൊക്കെ പറഞ്ഞതാണ് നിൽക്കട്ടെ, ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ വർത്താനം പറയുന്നത്. പക്ഷേ വേറെ കംപ്ലീറ്റ് ചെയ്യാത്തവരെ പറ്റി പറയാൻ ഗവൺമെന്റിന് അധികാരം അവർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇക്കണ്ട പണമെല്ലാം കൂടി 10,000 കണക്കിന് കോടി ഉറുപ്പിക കയ്യിൽ വെച്ചിട്ട് വയനാട്ടിലെ ആ പുനരധിവാസം പൂർത്തിയാക്കി ഒരാൾക്ക് വീട് കൊടുക്കാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞു. അതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. പ്രഥമമായി ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം, സർക്കാർ അതിന്റെ ഉത്തരവാദിത്തം നിർവഹിച്ചോ. എന്നിട്ട് പോരെ മറ്റുള്ള കോൺഗ്രസിനെ കുറ്റം പറയും. വെൽഫെയർ പാർട്ടി പൊളിറ്റിക്കലായിട്ടൊരു ഡിസിഷൻ എടുത്ത് ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നുണ്ട് എന്നുള്ളത് ഇതിനകം ചർച്ച ചെയ്ത് പോയൊരു കാര്യമല്ലേ. അതിലെന്താ പുതുമ? അത് അവരുടേതായ കാരണങ്ങളാൽ അവർ പിന്തുണ നൽകിയതാണെന്ന് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്താണ് ഇതെങ്കിൽ ഇപ്പൊ ഈ ഘട്ടത്തിൽ ആ ചോദ്യത്തിന് ഒരർത്ഥമില്ലല്ലോ. പിന്തുണ അവര് നൽകിയ പിന്തുണ അവരുടേതായ കാരണങ്ങളാൽ പൊളിറ്റിക്കലായ റീസണിൽ പിന്തുണ നൽകുമ്പോൾ അധികരിക്കാതിരിക്കേണ്ട കാര്യമുണ്ടോ? അതിലൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. അതൊന്നും കുത്തിപ്പോക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. സ്ഥാനാർത്ഥികൾക്കൊക്കെ ചിലപ്പോൾ എല്ലാ പ്രോഗ്രാമിനും എത്താൻ ഇരിക്കൂലല്ലോ. ഇതൊന്നും കുഴപ്പമില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അല്ല. അത് അങ്ങനെ ആക്കി തീർക്കാനൊരു ശ്രമം ചിലരൊക്കെ നടത്തിയിട്ടുണ്ട്. അങ്ങനൊന്നുമല്ല, എല്ലാ പരിപാടിയിലും സ്ഥാനാർത്ഥികൾക്ക് എത്തിപ്പെടാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവരെ പൊതുനായ അവര് ഞാൻ എന്റെ പത്രസമ്മേളനങ്ങൾ ഒരുപാട് കണ്ടു കാണുമല്ലോ. എന്താ തോന്നിയത് അങ്ങനെ എഴുതിയാൽ മതി. ഇപ്പൊ ഇതിന് വേറെ ആൻസർ ഇപ്പൊ വേണ്ട. ഞാൻ ആരും പേഴ്സണലായിട്ട് ടാർഗറ്റ് ചെയ്യാറില്ല. ഒന്ന് കണ്ടു നോക്കിയേ, എത്ര ഗൗരവമുള്ള വിഷയങ്ങളാണ് സംസാരിച്ചത്, പക്ഷേ എത്ര ഭംഗിയായിട്ടാണ് അവതരിപ്പിച്ചത്. SDPI പിന്തുണയെക്കുറിച്ച് ചോദിച്ചപ്പോൾ SDPIയുടെ വർഗീയതയോ അല്ലെങ്കിൽ അതിനപ്പുറത്തെ ആവശ്യമില്ലാത്ത കാര്യങ്ങളോ ഒന്നും പരാമർശിക്കാതെ വളരെ നിസ്സാരമായ മറുപടി. SDPI ഇടതുമുന്നണിക്ക് പിന്തുണ കൊടുത്തു, അവർ സ്വീകരിക്കുകയും ചെയ്തു. ഇനി അതിനെക്കുറിച്ച് ചർച്ച എന്തിനാണെന്നാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ വെൽഫെയർ പാർട്ടിയുടെ കാര്യം ചോദിച്ചപ്പോൾ വെൽഫെയർ പാർട്ടി
സ്വാഭാവികമായി അവരുടേതായ കാരണങ്ങളാൽ അവർ പിന്തുണ തരുന്നുവെന്ന് അവർ പരസ്യമായി പ്രഖ്യാപിച്ചു. ഞങ്ങളതിനെ തിരസ്കരിക്കുന്ന ഇലക്ഷൻ സന്ദർഭത്തിൽ കൃത്യമായ മറുപടി. ഉടൻ തഹ്ലിയയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വെൽഫെയർ കമ്മിറ്റിയുടെ കൺവെൻഷനിൽ പോകാത്ത കാര്യത്തിന് കൃത്യമായ മറുപടി. ഏത് സ്ഥാനാർത്ഥിക്കാണ് എല്ലാ കൺവെൻഷനുകളിലും എല്ലാ പരിപാടികളിലും എത്തിച്ചേരാൻ കഴിയുന്നത്? ശരിയല്ലേ? ഏതെങ്കിലും മണ്ഡലത്തിൽ എല്ലാ പരിപാടികളിലും ഇലക്ഷൻ സമയത്ത് നടത്തുന്ന പരിപാടികളിൽ അവിടെ സ്ഥാനാർത്ഥികൾക്ക് എത്തിച്ചേരാൻ പറ്റുമോ? നാലാമത്തെ ചോദ്യം, പിന്നെ മുഖ്യമന്ത്രിയെ പേഴ്സണലി ടാർഗറ്റ് ചെയ്യുന്ന പരിപാടി ശരിയാണോ? അതിൻ്റെ മറുപടി എൻ്റെ പത്രസമ്മേളനത്തിൽ എന്താണ് നടക്കുന്നതെന്നുള്ളത് നിങ്ങൾ എഴുതി വിട്ടാൽ മതി. ഞാൻ എങ്ങനെയാണത് കൈകാര്യം ചെയ്യുന്നതെന്ന് മറുപടി പറഞ്ഞാൽ മതി. വെറുതെ ആവശ്യമില്ലാത്തത് കുത്തിപ്പൊക്കി അതിനതും ഇതും മറുപടി പറയേണ്ടുന്നത് എന്തിനാണ്? കഴിഞ്ഞു, കഥ കഴിഞ്ഞു, കംപ്ലീറ്റായി. അതിനപ്പുറത്ത് നോക്കൂ, ഇവിടെ എന്തെല്ലാം ചിലരാണെങ്കിൽ കയറിയിരുന്ന് സംസാരിച്ചാൽ എന്തെല്ലാം വിഷയങ്ങൾ ഇതിനകത്തിടാം. ഇപ്പോൾ ഉദാഹരണത്തിന് SDP-യുടെ വർഗീയതയും രാഷ്ട്രീയവും അതുമായി ബന്ധപ്പെട്ട കുലങ്കഷമായ വിഷയങ്ങൾ കടിച്ച് പൊട്ടിച്ചെടുത്ത് പുറത്തോട്ടിട്ട് അടിച്ച് തകർക്കാം. പിന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ മതവിരുദ്ധത, മതരാഷ്ട്രവാദം ഇതെല്ലാം കൂടെ എടുത്തിട്ട് കലക്കാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എന്താ പറയുന്നത്, കൺവെൻഷന് പോകാത്തതും പോയതുമായ ഒരു 100 വിഷയങ്ങൾ കലക്കാം. പിന്നെ മുഖ്യമന്ത്രിയോട് ഞാനങ്ങനെ മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി വിമർശിക്കുന്ന ഒരാളല്ല എന്ന് പറഞ്ഞാൽ അടുത്ത തലക്കെട്ട് പിന്നെ മുഖ്യമന്ത്രിയെ എനിക്ക് ഇഷ്ടമാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി. അങ്ങനെ എന്തെല്ലാം ചെയ്യാം. ഈ സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കി വളരെ ശാന്തമായി സമചിത്തതയോടെ കൃത്യമായി പറയേണ്ട രാഷ്ട്രീയം പറഞ്ഞ് പത്രസമ്മേളനം പൂർത്തിയാക്കി. വീടിൻ്റെ നിർമ്മാണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും വെറുതെ വീടെന്നും പറഞ്ഞ് ചാടി കയറി ബഹളം വെക്കുന്നതിന് പകരം ശാന്തമായി പറഞ്ഞില്ലേ, ഞങ്ങൾ കൊടുത്ത വീട്ടിൽ ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ പാർക്കാം. സർക്കാർ കൊടുത്തതിൽ ഒരു വീട്ടിൽ പോലും ഒരാൾക്കും പാർക്കാൻ പറ്റില്ല. ഒന്നാലോചിച്ച് നോക്കൂ. അതാണ് ഭംഗിയുള്ളൊരു പത്രസമ്മേളനം, പക്വതയുള്ളൊരു സമീപനം, വിവാദങ്ങളില്ലാത്ത, വെറുതെ വിഷയങ്ങളുണ്ടാക്കി കൊടുക്കാത്ത, സമചിത്തതയോടെയുള്ള ഒരു മറുപടികളും.